ഓം ശ്രീ ഗുരുഭ്യോ നമ. ജ്യോതിർഗമ ചാനലിലേക്ക് ഇവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്ന 2026 ജൂലൈ മാസഫലം മകരക്കൂറുകാർക്കും മകരലഗ്നക്കാർക്കും എങ്ങനെയാകും എന്നുള്ളതിനെ പറ്റിയാണ്. അതായത് ഉത്രാട നക്ഷത്രത്തിൻ്റെ അവസാനം 3 പാദം, തിരുവോണം, ആവിട്ട നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 2 പാദത്തിൽ പെടുന്നവർക്കും മകരലഗ്നം വന്നിട്ടുള്ളവർക്കും ജൂലൈ മാസം എങ്ങനെയാകും എന്നുള്ളതാണ്. അപ്പോൾ ആദ്യം നമുക്ക് ഈ മകരക്കൂറുകാരുടെയും മകരലഗ്നക്കാരുടെയും ജൂലൈ മാസത്തെ ഗ്രഹസ്ഥിതി എങ്ങനെയെന്ന് നോക്കാം. ജന്മലഗ്ന രാശ്യാധിപൻ എന്ന് പറയുന്നത് ശനിയാണ്. ശനി ഇപ്പം 3-ൽ സഞ്ചരിക്കുകയാണ്. ജൂലൈ 27 മുതൽ ആ ശനി വക്രഗതിയിലാകുന്നു. സൂര്യൻ ജൂലൈ 16-ന് 6-ൽ നിന്നും 7-ലേക്ക് രാശി മാറുന്നു. ചൊവ്വ 5-ൽ സ്ഥിതി തുടരുന്നു. ബുധനാണെങ്കിൽ ജൂലൈ 7-ന് 7-ൽ നിന്നും വക്രത്തിൽ 6-ലേക്ക് രാശി മാറുന്നു. ജൂലൈ 24-ന് 6-ൽ വക്രത്തിൽ സഞ്ചരിക്കുന്ന ബുധഗ്രഹം നേർസഞ്ചാരത്തിലാവുന്നു. ഗുരു 7-ൽ ഉച്ചസ്ഥിതനായിട്ട് നിൽക്കുന്ന സമയമാണ്. അതുപോലെ ശുക്രനാണെങ്കിൽ ജൂലൈ 4-ന് അഷ്ടമത്തിലേക്ക് രാശി മാറുന്നു. രാഹു 2-ലും കേതു 8-ലും സ്ഥിതി തുടരുന്നു. അതായത് ജൂലൈ മാസത്തിൽ ശുക്രൻ, ബുധൻ, സൂര്യൻ ഈ 3 ഗ്രഹങ്ങൾക്കാണ് രാശിമാറ്റങ്ങൾ വരുന്നത്. അതേസമയം അവസാനത്തെ വാരമാകുമ്പോൾ ബുധഗ്രഹത്തിന് വക്രസ്ഥിതി മാറി നേർസഞ്ചാരത്തിലാകുന്നു. അതുപോലെ ശനി വക്രത്തിലും ആകുന്ന എന്നുള്ളതാണ് ജൂലൈ മാസത്തിലെ പ്രത്യേകത. ഇപ്പം നമുക്ക് ഈ ജൂലൈ മാസത്തിലെ ഗ്രഹസ്ഥിതി വെച്ച് എങ്ങനെയായിരിക്കും മകരക്കൂറുകാരുടെയും മകരലഗ്നക്കാരുടെയും പൊതുവായിട്ടുള്ള ആരോഗ്യസ്ഥിതി എന്ന് നോക്കാം. ആരോഗ്യസ്ഥിതി നോക്കുമ്പോൾ ജന്മലഗ്ന രാശ്യാധിപനായിട്ടുള്ള ശനി 3-ൽ ഉപജയസ്ഥാനത്ത് നിൽക്കുന്ന സമയമാണ്. ഇപ്പം ഗുരു ദൃഷ്ടി ആ 3-ൽ ഉണ്ട്. ജന്മരാശിയിലും ആ ഗുരുവിൻ്റെ ദൃഷ്ടി ഉള്ള സമയമാണ്. അപ്പോൾ വലിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഇല്ല. എങ്കിലും 2-ൽ രാഹു സ്ഥിതി ചെയ്യുന്നുണ്ട്. 5-ാം ഭാവാധിപനായിട്ടുള്ള ശുക്രൻ അഷ്ടമത്തിൽ രാശി മാറുന്നു ജൂലൈ 4-ന്. അപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് ആഹാരത്തിൽ കെയർ വേണം. ചിലപ്പോൾ സ്റ്റൊമക്ക് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് ഉണ്ടാകുമെന്ന് വരാം. അതുപോലെ തന്നെ ഈ പ്രത്യേകിച്ച് ലോവർ അബ്ഡമൻ റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് ഉണ്ടാകാം. അതുപോലെ 6-ാം ഭാവാധിപനായിട്ടുള്ള ബുധൻ വക്രത്തിൽ ആണ് സഞ്ചരിക്കുന്നു എന്നുള്ളത് കൊണ്ട് നമ്മൾ ഈ ഡെയിലി റൂട്ടീനിലൊക്കെ ഒരു കെയർ വേണം. അവസാനത്തെ പകുതിയാകുമ്പോൾ അഷ്ടമ ഭാവാധിപനായിട്ടുള്ള സൂര്യൻ 7-ലേക്ക് മാറുന്നു. അതായത് അതുപോലെ തന്നെ ഈ 12-ാം ഭാവാധിപനായിട്ടുള്ള ഗുരു 7-ൽ സ്ഥിതി ചെയ്യുന്ന സമയമാണ്. അത് ചിലപ്പോൾ അവസാനത്തെ പകുതി ഈ ജീവിത പങ്കാളിക്ക് ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് സാധ്യത കാണുന്നു. അതേസമയം അതുപോലെ തന്നെ 27-ന് ഈ ജന്മലഗ്ന രാശ്യാധിപനായിട്ടുള്ള ശനിയും വക്രത്തിൽ വരുന്ന സമയമാണ്. അപ്പോൾ അത് ആ സമയത്ത് ലാസ്റ്റ് വാരം ചെറിയ ഇമ്മ്യൂണിറ്റി കുറവിന് സാധ്യതയുണ്ട്. ഒരു ഉന്മേഷക്കുറവൊക്കെ ചിലപ്പോൾ ഈ കൂറുകാർക്ക് ഉണ്ടാകാം. ഇനി നമുക്ക് തൊഴിൽ സ്ഥിതി നോക്കാം. തൊഴിൽ സ്ഥിതി നോക്കുമ്പോൾ 10-ാം ഭാവാധിപൻ എന്ന് പറയുന്നത് ശുക്രനാണ്. ആ ശുക്രൻ യോഗകാരകനും കൂടിയാണ്. യോഗകാരകനായിട്ടുള്ള ശുക്രൻ ജൂലൈ 4-ന് അഷ്ടമത്തിലേക്ക് രാശി മാറുകയാണ്. അപ്പം ശുക്രന് ആ കേതുവുമായിട്ട് യോഗം വരുന്നു 8-ൽ. അപ്പോൾ അഷ്ടമത്തിൽ കുജന്റെ ദൃഷ്ടിയുമുണ്ട്. അപ്പോൾ തൊഴിലിൽ സഡനായിട്ട് എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടായേക്കാം. അതുപോലെ തൊഴിലിടത്ത് ചലഞ്ചസ് അവലോകനം ചെയ്യേണ്ടുന്ന സമയവും കൂടിയാണ്. മാത്രമല്ല 6-ാം ഭാവാധിപനായിട്ടുള്ള ബുധൻ 6-ൽ വക്രത്തിൽ വരുന്ന സമയവും കൂടിയാണ്. അപ്പോൾ 23 വരെ 6-ൽ ബുധൻ വക്രത്തിലായിരിക്കും. അപ്പോൾ പൊതുവെ അത് വർക്കിൽ ഒരു മെല്ലപ്പോക്കിന് സാധ്യത കാണിക്കുന്നുണ്ട്. ഇപ്പോൾ തൊഴിലിടത്ത് കമ്മ്യൂണിക്കേഷനിൽ വളരെ ശ്രദ്ധ വേണ്ടുന്ന സമയമാണ്. അതുപോലെ വർക്കിൽ എന്തെങ്കിലും പോരായ്മകൾ വന്നിട്ടുണ്ടെങ്കിൽ അവയൊക്കെ അവലോകനം ചെയ്ത് ആ വീഴ്ചകളൊക്കെ കറക്റ്റ് ചെയ്ത് പരിഹരിച്ച് പോകാനുള്ള ഒരു ശ്രമം പ്രത്യേകിച്ച് ആദ്യ പകുതിയൊക്കെ ഉണ്ടാകണം. അവസാനത്തെ വാരമൊക്കെ ആവുമ്പോൾ 6-ാം ഭാവാധിപനായിട്ടുള്ള ബുധൻ വക്രസ്ഥിതി മാറി നേർസഞ്ചാരത്തിലാവുന്നു.
അത് കറക്റ്റ് ചെയ്ത് പോകുന്നവർക്കൊക്കെ തൊഴിൽപരമായിട്ട് ഗുണാനുഭവം ഉണ്ടാകും. വർക്കിലൊക്കെ കൂടുതൽ ആക്റ്റീവ് ആകും. അതുപോലെ തന്നെ നമുക്ക് അങ്ങനെ നമ്മൾ വർക്കിലൊക്കെ ആക്റ്റീവ് ആകുമ്പോൾ മേലുദ്യോഗസ്ഥരുടെയൊക്കെ പ്രീതി കിട്ടുന്നതിനും സാധ്യതയുണ്ട്. അതേസമയം ചില മേഖലകളിൽ വർക്ക് ചെയ്യുന്നവർക്ക്, പ്രത്യേകിച്ച് 10ാം ഭാവാധിപനായിട്ടുള്ള ശുക്രൻ അഷ്ടമത്തിൽ വരുമ്പോൾ സ്വാഭാവികമായിട്ട് ഇപ്പോൾ ഗവേഷണം നടത്തുന്നവർക്ക്, ശാസ്ത്രജ്ഞന്മാർക്ക്, ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്ക്, ബാങ്കിങ് മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്ക്, അതുപോലെ ഈ ഇൻഷുറൻസ് മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്ക്, ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയിൽ വർക്ക് ചെയ്യുന്നവർക്ക്, ഓഡിറ്റേഴ്സിന്, ഇവർക്കൊക്കെ ആ 10ാം ഭാവാധിപനായ ശുക്രൻ അഷ്ടമത്തിലൂടെ പോകുന്നത് ഗുണാനുഭവം ഉണ്ടാക്കും. അപ്പോൾ തൊഴിൽ അന്വേഷകരെ സംബന്ധിച്ചിടത്തോളം അവസാന വാരത്തോടെ അവരുടെ കോമ്പറ്റീറ്റീവ് സ്പിരിറ്റ് ഒക്കെ കൂടും. കാരണം 6ാം ഭാവാധിപനായ ബുധൻ നേർസഞ്ചാരത്തിൽ വരുന്നു. അപ്പോൾ ടെസ്റ്റിലും ഇൻ്റർവ്യൂകളിലൊക്കെ അവർക്ക് നല്ല പ്രകടനം കാഴ്ചവെക്കാൻ കഴിയും. ഹാർഡ് വർക്കിലൂടെ ഭാഗ്യാനുഭവമൊക്കെ സാധ്യമാകുന്ന സമയമാണ്. വിദേശത്ത് തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് ആദ്യത്തെ 3 വാരം യാത്രാ രേഖകൾ കിട്ടുന്നതിന് എന്തെങ്കിലുമൊക്കെ ചിലപ്പോൾ, പ്രത്യേകിച്ച് 9ാം ഭാവാധിപൻ വക്രത്തിൽ സഞ്ചരിക്കുകയാണ്. അപ്പോൾ യാത്രാ രേഖകൾ കിട്ടുന്നതിന് എന്തെങ്കിലും കാലതാമസം, ഇപ്പോൾ വിസ സംബന്ധമായിട്ട് എന്തെങ്കിലും ഡിലേ, അതുപോലെ രേഖകളിൽ നമ്മൾ കൈവശം വരുന്ന രേഖകളിൽ എന്തെങ്കിലുമൊക്കെ എററൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അവയൊക്കെ നമ്മൾ ഒന്ന് പരിഹരിച്ച് പോകാനുള്ള ശ്രമം ഉണ്ടാകണം. ഇനി ബിസിനസ്സുകാർക്ക്, ഇപ്പോൾ ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം 7ൽ ഗുരു ഉച്ചസ്ഥിതനായിട്ട് നിൽക്കുന്ന സമയമാണ്. അത് ബിസിനസ്സിന് പ്രോഗ്രസ്സിന് സഹായകമാകും. അതേസമയം 16-ന് അഷ്ടമ ഭാവാധിപനായിട്ടുള്ള സൂര്യൻ 7ലേക്ക് വരുന്നുണ്ട്. അത് ബിസിനസ്സിൽ ചിലപ്പോൾ ചെറിയ തടസ്സങ്ങൾ ഉണ്ടാക്കിയെന്ന് വരാം. മാത്രമല്ല ബിസിനസ് കാരകനായിട്ടുള്ള ബുധനും 6ൽ വക്രത്തിൽ സഞ്ചരിക്കുന്ന സമയവും കൂടെയാണ് 23 വരെ. അപ്പോൾ അതൊക്കെ കോമ്പറ്റീറ്റീവ് സ്പിരിറ്റ് കുറയ്ക്കുന്നതിനും പ്രത്യേകിച്ച് നമ്മുടെ ദൈനംദിന പ്രവർത്തനങ്ങളിലൊക്കെ ഫോക്കസ് കുറയുന്നതിനൊക്കെ സാധ്യതയുണ്ട്. അതുപോലെ കമ്മ്യൂണിക്കേഷനിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ വീഴ്ച വരാം. അപ്പോൾ ബിസിനസ് കമ്മ്യൂണിക്കേഷനിലൊക്കെ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് ബുധൻ ബിസിനസ്സിൻ്റെ കാരകനും കൂടിയാണ്. അപ്പോൾ ബിസിനസ്സിൻ്റെ കാരകൻ വക്രത്തിലൊക്കെ സഞ്ചരിക്കുമ്പോൾ ആ ബിസിനസ് സംബന്ധമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുമ്പോഴൊക്കെ ഒരു കെയർ വേണം. ബുധൻ നേർസഞ്ചാരത്തിലാവുമ്പോൾ നമുക്ക് കറക്റ്റായിട്ടുള്ള തീരുമാനം എടുക്കാൻ കഴിയും. അതുപോലെ ബിസിനസ് സംബന്ധമായിട്ട് എന്തെങ്കിലും രേഖകളിൽ എറർ വന്നിട്ടുണ്ടെങ്കിൽ അവയൊക്കെ കറക്റ്റ് ചെയ്തു പോകാനുള്ള ഒരു ശ്രമവും കൂടെ ഉണ്ടാകണം. ഇനി വിദ്യാർത്ഥികൾക്ക്, ഇപ്പോൾ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വിദ്യാകാരകനാണ് ബുധൻ. ആ ബുധൻ വക്രത്തിൽ സഞ്ചരിക്കുന്നു 23 വരെ. അതുപോലെ 5ാം ഭാവാധിപനായ ശുക്രൻ ജൂലൈ 4 മുതൽ അഷ്ടമത്തിലേക്ക് മാറുന്നുണ്ട്. അപ്പോൾ 5ൽ ചൊവ്വയുണ്ട്. ആ ചൊവ്വയെ ശനി ദൃഷ്ടി ചെയ്യുന്ന സമയമാണ്. അപ്പോൾ പഠനത്തിൽ അല്പം കെയർ വേണം. പ്രത്യേകിച്ച് 5ാം ഭാവാധിപൻ അഷ്ടമത്തിൽ പോയി. അപ്പോൾ പഠനത്തിൽ ഫോക്കസ് കൂട്ടണം. പൊതുവേ നമുക്ക് ഒരു കാരണവുമില്ലാതെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഈ പഠിതാക്കൾക്കിടയിൽ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങൾ, തർക്കങ്ങൾ, അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ കുറവൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ പഠനസ്ഥിതിയൊക്കെ അവലോകനം ചെയ്ത് അവയിൽ കറക്ഷൻ വരുത്തി പോകേണ്ടുന്ന സമയമാണ്. അതുപോലെ ബുധൻ 9ാം ഭാവാധിപനും കൂടിയാണ് 23 വരെ വക്രത്തിൽ സഞ്ചരിക്കുമ്പോൾ ഈ ഹയർ എഡ്യൂക്കേഷൻ തലത്തിലൊക്കെ ഒരു കറക്ഷൻ ആവശ്യമായിട്ടുള്ള സമയമാണ്. അവസാന വാരത്തോടുകൂടി ആ ബുധൻ്റെ നേർസഞ്ചാരമൊക്കെ വരുന്നു. ബുധൻ 9ാം ഭാവാധിപനും കൂടിയാണ്. അപ്പോൾ നമുക്ക് അവസാനത്തെ വാരത്തോടുകൂടി ഗുണാനുഭവം ഉണ്ടാകും. ഇപ്പോൾ നമുക്ക് ഉന്നത പഠനമൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അഡ്മിഷനിലൊക്കെ തുടക്കത്തിൽ ചിലപ്പോൾ എന്തെങ്കിലും ഒരു കാലതാമസമൊക്കെ നേരിട്ടേക്കാം. പക്ഷെ അവസാനത്തെ വാരമൊക്കെ ആകുമ്പോൾ അഡ്മിഷനൊക്കെ ഓക്കെ ആകും. നമുക്ക് കാര്യസാധ്യമൊക്കെ ഉണ്ടാകുന്ന സമയമാണ്. അപ്പോൾ പഠനവുമായിട്ട് ബന്ധപ്പെട്ട കമ്മ്യൂണിക്കേഷനിലൊക്കെ കഴിവതും നമ്മളൊരു കെയർ വേണം ആദ്യത്തെ 3 വാരം. അപ്പോൾ അതുപോലെ തന്നെ ഈ പഠന സംബന്ധമായ രേഖകൾ ഇപ്പോൾ അവയിൽ ഒരു കൃത്യമായി പരിശോധിച്ച് അവയിൽ എന്തെങ്കിലും എറർ വന്നിട്ടുണ്ടോ എന്നൊക്കെ നോക്കുക. അപ്പോൾ ഇപ്പോൾ രജിസ്ട്രേഷനൊക്കെ നടത്തുമ്പോൾ എന്തെങ്കിലും എററൊക്കെ വന്നിട്ടുണ്ടോ എന്നൊക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ടുന്ന സമയമാണ്. ഇനി ധനസ്ഥിതി നോക്കുമ്പോൾ 11ാം ഭാവാധിപൻ ചൊവ്വ 5ൽ സ്ഥിതി തുടരുന്ന സമയമാണ്. അപ്പോൾ ആ ചൊവ്വ 5ൽ നിൽക്കുന്നുണ്ട്. 11ലേക്ക് ആ ചൊവ്വ ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അതുപോലെ ധനകാരകനായിട്ടുള്ള ഗുരു ആണെങ്കിൽ 11 ദൃഷ്ടി ചെയ്യുന്നുണ്ട്. 7ൽ ഉച്ചനായിട്ട് നിൽക്കുകയാണ്. ഇപ്പോൾ 2ാം ഭാവാധിപനായിട്ടുള്ള ശനിയാണെങ്കിൽ 3ൽ നിൽക്കുകയാണ്. 2ൽ രാഹുവുണ്ട്. ശുക്രൻ്റെ ദൃഷ്ടിയും ആ 2ൽ വരുന്നുണ്ട്. അപ്പം ധനവരവൊക്കെ കൂടാവുന്ന സമയമാണ്. ചിലർക്ക് ചിലപ്പോൾ അവർ പ്രതീക്ഷിക്കാത്ത സോഴ്സിൽ നിന്ന് മോണിറ്ററി ഗെയിൻ ഉണ്ടാകാം. ഇപ്പോൾ ചിലപ്പോൾ ഇൻഹെറിറ്റൻസ് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ നേട്ടങ്ങൾ അവർക്കുണ്ടാകാൻ സാധ്യതയുണ്ട്. അതേസമയം ഈ 12ൽ സൂര്യൻ്റെയും ബുധൻ്റെയൊക്കെ
ദൃഷ്ടി വരുന്നുണ്ട്, ശനിയുടെ ദൃഷ്ടി വരുന്നുണ്ട്, 12 ചൊവ്വയുടെ ദൃഷ്ടി വരുന്നുണ്ട്. അപ്പോൾ 4 ഗ്രഹങ്ങളുടെ ദൃഷ്ടി 12 വരുന്നുണ്ട്. അപ്പോൾ പ്രത്യേകിച്ച് നമുക്ക് ധനച്ചെലവ് കൂടുന്ന ഒരു സ്ഥിതിയും കൂടെ കാണുന്നുണ്ട്, പ്രത്യേകിച്ച് ഫാമിലി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിൽ. അപ്പോൾ വസ്തുവുമായിട്ട് ബന്ധപ്പെട്ട് ഭവനവുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലൊക്കെ ചിലവ് കൂടാൻ സാധ്യതയുണ്ട്. പഠന ചെലവ് കൂടാനും സാധ്യതയുണ്ട്. ഇപ്പോൾ ചിലർക്ക് മെഡിക്കൽ എക്സ്പെൻസ് കൂടുന്നതിനും യാത്രാ ചെലവ് കൂടുന്നതിനുമൊക്കെ സാധ്യത കാണുന്നു. ഇനി വിവാഹം, ദാമ്പത്യ ബന്ധം, കുടുംബജീവിതം എങ്ങനെ നോക്കാം. 7ാം ഭാവരാശിയിൽ ഗുരു ഉച്ചസ്ഥിതനായിട്ട് നിൽക്കുന്ന സമയമാണ്. അപ്പം ആ ഗുരു ജന്മരാശിയിൽ ദൃഷ്ടിയുണ്ട്. ഇപ്പോൾ വിവാഹം ആലോചിക്കുന്നവർക്ക് ആദ്യ പകുതിയൊക്കെ അനുകൂല സമയമെന്ന് പറയാം. അവസാനത്തെ പകുതിയൊക്കെ ആകുമ്പോൾ ഈ 8ാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ 7ലേക്ക് വരികയാണ്. അപ്പോൾ അത് ആലോചനയിൽ ചിലപ്പോൾ ചെറിയ തടസ്സങ്ങൾ ഉണ്ടാക്കിയെന്ന് വരാം. അതുപോലെ കമിതാക്കൾക്കും അത്രത്തോളം അനുകൂല സമയമല്ല. കാരണം 5ാം ഭാവാധിപനായിട്ട് ശുക്രൻ അഷ്ടമത്തിലേക്ക് മാറുകയാണ്. 5ലാണെങ്കിൽ ചൊവ്വയുടെ സ്ഥിതിയുണ്ട്. മാത്രമല്ല 5 നിൽക്കുന്ന ചൊവ്വയെ ശനി ദൃഷ്ടിയും കൂടെ ചെയ്യുന്നു. അപ്പോൾ ശനി ചൊവ്വ ദൃഷ്ടി 5ലൊക്കെ വരുമ്പോൾ പൊതുവെ കമിതാക്കൾക്കിടയിൽ സംശയങ്ങൾ, തർക്കങ്ങൾ ഒക്കെ ഉണ്ടാകാൻ ഇടയുണ്ട്. അതുകൊണ്ട് പ്രണയബന്ധത്തിൽ ചെറിയ വിള്ളലുകൾ ചിലപ്പോൾ ആ സമയത്ത് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ദാമ്പത്യ ബന്ധം പൊതുവെ സന്തോഷകരമാകും. ഇപ്പോൾ അവസാനത്തെ പകുതിയൊക്കെ സൂര്യൻ 7 പ്രത്യേകിച്ച് 7ലേക്കൊക്കെ വരുന്നുണ്ട് അവസാനത്തെ പകുതി. അപ്പോൾ ആദ്യത്തെ പകുതി ആ സൂര്യൻ 6ലാണ്, അവസാനത്തെ പകുതി സൂര്യൻ 7 വരുന്നുണ്ട്. അപ്പോൾ അത് ഈ അവസാനത്തെ പകുതിയൊക്കെ ആകുമ്പോൾ ദമ്പതിമാർക്കിടയിൽ ചിലപ്പോൾ ചെറിയ ഈഗോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് മാത്രമല്ല അഷ്ടമ ഭാവാധിപനായിട്ടുള്ള സൂര്യനാണ് 7 വരുന്നു എന്നുള്ളതുകൊണ്ട് ജീവിത പങ്കാളിയുടെ ആരോഗ്യത്തിലും ആ സമയത്ത് ശ്രദ്ധിക്കണം. മാത്രം 2 രാഹു ഉണ്ട്. അപ്പോൾ നമ്മൾ സംസാരത്തിലൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ടുന്ന സമയമാണ്. അതുപോലെ എതിർലിംഗക്കാരുമായിട്ടുള്ള സൗഹൃദങ്ങളിലൊക്കെ ഒരു കെയർ വേണം. കുടുംബജീവിതത്തിലോട്ട് വരുമ്പോൾ 2 രാഹു ഉണ്ട്. ശുക്രൻ്റെ ദൃഷ്ടിയൊക്കെ 2ലുണ്ട്. 4ാം ഭാവാധിപനായിട്ടുള്ള ചൊവ്വ 5ലാണ്. അപ്പോൾ ഫാമിലി റിലേറ്റഡ് ആയിട്ടുള്ള, പ്രോപ്പർട്ടി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിലൊക്കെ നമുക്ക് ഫോക്കസ് കൊടുക്കും. അതുവഴിയൊക്കെ നേട്ടങ്ങളുണ്ടാകും. ഇൻഹെറിറ്റൻസ് വഴിയൊക്കെ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. അതേസമയം കുടുംബത്തിൽ അംഗങ്ങളുമായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ അത് ശ്രദ്ധിക്കണം. പ്രകോപനപരമായിട്ടുള്ള റിയാക്ഷൻ ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക. ജൂലൈ 13, 14, 17, 18, 26, 27 ഈ തീയതികൾ അത്രത്തോളം അനുകൂല ദിവസങ്ങളല്ല. അപ്പോൾ നമ്മൾ ശുഭകർമ്മങ്ങൾ ഒഴിവാക്കണം. പുതിയ സംരംഭങ്ങൾ ഈ ദിവസങ്ങളിൽ തുടങ്ങാതിരിക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ പ്രധാനപ്പെട്ട തീരുമാനങ്ങളും ഈ ദിവസങ്ങളിൽ എടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഇപ്പോൾ ഇവിടെ ഞാൻ മകരക്കൂറുകാരുടെയും മകരലഗ്നക്കാരുടെയും ഇപ്പോഴത്തെ ഗ്രഹസ്ഥിതി അനുസരിച്ചുള്ള ഒരു പൊതുഫലമാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഏത് നക്ഷത്രത്തിൽ ജനിച്ചവരായാലും അവർക്ക് മകരലഗ്നം വന്നിട്ടുണ്ടെങ്കിൽ അവരുടെ ആ കൂറിൻ്റെ ഫലത്തെ ഈ മകരലഗ്നഫലം കൂടെ സ്വാധീനിക്കും എന്നും കൂടെ അറിയുക. അതുപോലെ ഈ മകരക്കൂറും മകരലഗ്നത്തിൻ്റെയും ഫലം പറയുമ്പോൾ മകരക്കൂറുകാർക്ക് ചിലർക്ക് മാത്രമേ മകരലഗ്നം വരികയുള്ളൂ. മറ്റ് ഏത് രാശിയും ലഗ്നരാശിയായിട്ട് വരാം. അപ്പം മകരലഗ്നം അല്ലാതെ മറ്റു ലഗ്നരാശി വന്നിട്ടുള്ള മകരക്കൂറുകാർ അവർ ആ ലഗ്നരാശി ഏതെന്നറിഞ്ഞ് ആ ലഗ്നരാശിയുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന ഫലവും കൂടെ ഈ കൂറിൻ്റെ ഫലത്തോടൊപ്പം കമ്പൈൻ ചെയ്ത് കേൾക്കുക. അപ്പം കൂറിൻ്റെ ഫലവും വരണം, ആ ലഗ്നത്തിൻ്റെ ഫലവും, ഈ 2 ഫലവും കൂടെ കമ്പൈൻ ചെയ്ത് കേൾക്കുമ്പോഴേ നമുക്ക് ഈ ജൂലൈ മാസത്തെ പൊതുഫലത്തിൻ്റെ ഒരു കൃത്യ ചിത്രം കിട്ടുകയുള്ളൂ. മാത്രമല്ല നമ്മൾ അറിയേണ്ട ഒരു കാര്യം, കൂറിൻ്റെ ഫലത്തെക്കാളും കൂടുതൽ കൃത്യത ലഗ്നഫലത്തിന് ഉണ്ട്. അത് മാത്രമല്ല നമ്മൾ ഈ പൊതുഫലത്തെ മറ്റു ചില സാഹചര്യങ്ങൾ, മറ്റു ചില ജാതകത്തിലെ ചില സ്ഥിതി സ്വാധീനിക്കും. പ്രത്യേകിച്ച് ഇപ്പം നടക്കുന്ന ദശ, അപകാരം, ഛിദ്രം, അത് ജാതകത്തിൽ ഇഷ്ടസ്ഥാനത്തേക്കുന്ന ഗ്രഹങ്ങളുടേതാണോ അനിഷ്ടസ്ഥാനത്തേക്കുന്ന ഗ്രഹങ്ങളുടേതാണോ ഇതിനനുസരിച്ച് ഈ പൊതുഫലത്തിൽ മാറ്റങ്ങൾ വരും എന്നും കൂടെ മനസ്സിലാക്കുക. പക്ഷേ ആ ജാതക നിരീക്ഷണത്തിലൂടെ മാത്രമേ അത് നമുക്ക് പറയാൻ കഴിയുകയുള്ളൂ എന്നും കൂടെ അറിയുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. മറ്റൊരു പുതിയ വിഷയമായി അടുത്ത വീഡിയോയിൽ കാണാം. നമസ്കാരം.